ഇപ്പോൾ റീ റിലീസിന്റെ സമയമാണ്. അങ്ങനെ ആ സീരീസിൽ ഏറ്റവും അവസാനം വന്നത് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായി കണക്കാക്കുന്ന ഒരു വടക്കൻ വീരഗാഥയാണ്. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തിയ ഒരു വടക്കൻ വീരഗാഥ കാണാൻ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായരുടെയും നിർമ്മാതാവ് PV ഗംഗാധരന്റെയും ഓർമ്മകളുമായി ഇരുവരുടെ കുടുംബാംഗങ്ങൾ എത്തിയ കാഴ്ചയിലേക്കാണ് നമ്മൾ. ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരനൊപ്പം ഇരുന്നാണ് ഇവരെല്ലാം ഈ ചിത്രം കണ്ടത്. ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തിച്ചതെന്ന് എസ്ക്യൂബ് ഫിലിംസിന്റെ സാരഥികളായ ഷെനുഗ, ഷഗ്ന, ഷർഗ എന്നിവർ പറഞ്ഞു. മലയാളത്തിലെ ഇതിഹാസ ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ 36 വർഷങ്ങൾക്ക് ശേഷം ജനഹൃദയങ്ങൾ കീഴടക്കി തിയേറ്ററുകളിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ചിത്രം വീണ്ടും ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ PV ഗംഗാധരന്റെ മക്കൾ. ഈ 3 മക്കളുടെയും അസാന്ദ്രമായ പരിശ്രമവുമുണ്ട് ഈ സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്താൻ. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു റീ റിലീസ്. ആളുകൾ ഒരുപാട് ആഗ്രഹിച്ച് കണ്ട ഒരു ഇതിഹാസമായി മാറിയ ചിത്രമാണ്. അതെ, നമുക്ക് നല്ലൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇത് ഇറക്കുമ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് 36 ഇയേഴ്സ് ആയി ഇതപ്പം. അതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു പഴയ ലുക്കിൽ വേണം താനും, പക്ഷെ ഒരു ഫ്രഷ്നെസ് വേണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതാണ് നമ്മൾ ചെയ്തത്. അപ്പം ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ചാലഞ്ചസ്? ഇത് പണ്ട് കണ്ടിട്ടുണ്ട്, ഇതിന്റെ പ്രിന്റുകൾ ലഭ്യമല്ലായിരുന്നു, ഇതൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതെ, ഞങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങള് കുറെ സോഴ്സസ് പല സ്ഥലത്തും പൂനെയിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു പ്രിന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടത്തെയൊക്കെ പ്രിന്റ് എടുത്ത് കുറച്ച് നല്ല വർക്ക് ചെയ്തിട്ടാണ് പ്രസാദ് ലാബ് എന്നാണ് ചെയ്തത് വർക്ക് മൊത്തം. അങ്ങനെ സൗണ്ടും അറ്റ്മോസും ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിലാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. അച്ഛൻ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആയിരുന്നു. നമുക്ക് ഈ സിനിമ കണ്ടാൽ തന്നെ അറിയാം. കാരണം വളരെ ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു നല്ല എല്ലാം വേണ്ടത് എന്താണോ ആ പടത്തിനുണ്ട്. ഒന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളത് കണ്ടാലറിയാം. അതിനൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു, നല്ല ടീം വർക്ക് ആയിരുന്നു. എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ രീതിയിൽ പോകാൻ പറ്റി. ഇപ്പൊ ഡയറക്ടറായാലും MT ആയാലും എല്ലാം നമുക്ക് എന്ത് വേണമെന്ന് പറയുമ്പോഴേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ടീമിന് നല്ല കഴിവുണ്ടായിരുന്നു. ഒരുപാട് പേർക്കുള്ളൊരു ട്രിബ്യൂട്ട് കൂടെ അല്ലേ? ഇപ്പൊ MT ആണെങ്കിലും PVJ ആയാലും പിന്നെ ഈ ക്യാപ്റ്റൻ രാജു ഒക്കെ അടക്കം ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ടെക്നിക്കൽ സൈഡിലും ആക്ടിംഗ് സൈഡിലും ഒക്കെ കുറെ പേര് നമുക്ക് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടും കൂടിയാണ് ഈ പടം നമ്മളിങ്ങനെ ചെയ്യുന്നത്. സന്തോഷമുണ്ട്. വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ ഇതിന്റെ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പുതിയ ടെക്നോളജിയിൽ പുതിയ തലമുറയ്ക്ക് അത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ചാരിതാർത്ഥ്യമാണ്. ഒരുപാട് സന്തോഷം. ഇത് വിജയിക്കട്ടെ, വീണ്ടും വിജയിക്കട്ടെ. ഇത്രയും എന്താ പറയുക, ഒരു എവർഗ്രീൻ ക്ലാസിക് ആയിട്ടുള്ള ഒരു പടമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പിന്നെ എല്ലാവരും ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും അവരുടെ ബെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും ടെക്നോളജിയൊന്നും ഇല്ലാത്ത കാലത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എന്നിട്ടും കൂടി അത് ഏറ്റവും മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു പുതുമ പോവില്ല, എക്കാലത്തും നിലനിൽക്കും. തിയേറ്ററുകളിൽ വലിയ വിജയമായി വീണ്ടും പുതിയ തലമുറ ഈ ചിത്രം കാണും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ.